ഇന്ന് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം. ഒരു വെറൈറ്റി പായസമാണ് ഉണ്ടാക്കുന്നത്. അത് ബിസ്ക്കറ്റ് വെച്ച്. ഏത് ബിസ്ക്കറ്റാണ്? നമ്മുടെ ഓറിയോയുടെ പുതിയ ഗോൾഡ് ബിസ്ക്കറ്റ്, ഓറിയോ ഗോൾഡ്. അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല വാനില ഫ്ലേവറാണ് അതിന്. വാനില ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഇരിക്കും അത് കഴിച്ചാൽ. അപ്പോൾ ഞാൻ ചെറിയ പാക്കറ്റ് 2 മുഴുവൻ എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ആ ബിസ്ക്കറ്റ് ഒന്ന് കുതിർന്ന് ഒന്ന് മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട്. ഒത്തിരി അങ്ങ് മിക്സിയിൽ അടിച്ച് അങ്ങ് നൈസാക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ഉടച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇത് നമ്മൾ പായസത്തിൽ ചേർത്ത് തിളപ്പിക്കാനുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ക്രീമോട് കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സേമിയ വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വറുത്ത സേമിയല്ല, വറുത്തിട്ട് വേവിച്ച സേമിയയാണ്. സേമിയയോ അടയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അടയില്ലാത്തതുകൊണ്ട് ഞാൻ സേമിയ വേവിച്ച് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വന്നാൽ മതി. നേരത്തെ വെന്ത സേമിയ ആയതുകൊണ്ട് നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ പാലൊന്ന് തിളച്ച് വന്നാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ കൂട്ടും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളച്ച് പെട്ടെന്ന് കുറുകി വരും ബിസ്ക്കറ്റ് ആയതുകൊണ്ട്. ഒരു 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ, പെട്ടെന്ന് അത് കുറുകി വരും. അട ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിസ്ക്കറ്റിനൊരു ചെറിയ മധുരമുണ്ട്, ക്രീമൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പായസത്തിന്. വാനില ഫ്ലേവറുള്ള ബിസ്ക്കറ്റും കൂടെ ആയതുകൊണ്ട് നല്ല വാനില ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഇരിക്കും. ഈ പായസം ഒന്ന് തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഈ പായസം ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടെയും കഴിക്കാൻ ടേസ്റ്റാണ്, തണുപ്പിച്ചും കഴിക്കാൻ ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിച്ചാൽ ശരിക്കും നല്ലൊരു വാനില ഫ്ലേവറുള്ള പുഡിങ് കഴിക്കുന്ന പോലെ ഇരിക്കും. സെർവിങ് ഗ്ലാസ്സിലേക്ക് പായസം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒരു 2 ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടോപ്പിങ്ങിന് വേണ്ടി അത്രയേ ഉള്ളൂ നമ്മുടെ ബിസ്ക്കറ്റ് പായസം. ഓറിയോ ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ വെറൈറ്റി പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.